ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഹെൽത്തി ടോക്ക് സീരീസിൻ്റെ ഒരു എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഗാർലിക് ആൻഡ് ഹണി. നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആയിരിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അതായത് പല സെലിബ്രിറ്റീസും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും നമുക്ക് കൺവേ ചെയ്യുന്ന ഒരു റീല് പോലെ അല്ലെങ്കിൽ ഒരു വീഡിയോ പോലെ കൺവേ ചെയ്യുന്ന ഒരു റൂട്ട്, ഒരു കഴിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ അതെന്തിനാണ് അത് കഴിക്കേണ്ടതെന്ന് പറയണേ. അത് വേറെ ഒന്നുമല്ല, ഗാർലിക്കും ഹണിയും നമ്മൾ ഒരു ഡേ ഒരു 4 or 3 cloves ഓഫ് ഗാർലിക് ഹണിയിൽ ഇൻഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഹണിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഗാർലിക്ക് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം, അവരുടെ സ്കിന്നിനുണ്ടാകുന്ന മാറ്റം. അപ്പോൾ നമുക്കതിനെ പറ്റിയാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. ആദ്യം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാം, ഹണിയുടെ ബെനിഫിറ്റ്സും അത് കഴിഞ്ഞ് ഗാർലിക്കിൻ്റെ ബെനിഫിറ്റ്സും. അപ്പോൾ ഹണിയുടെ ബെനിഫിറ്റ്സിൽ ആദ്യത്തെ ബെനിഫിറ്റാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ്. അതായത് ഹണി ഈസ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്. അതായത് നമ്മുടെ കോമ്പാക്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ഹണി. ആൻഡ് നമ്മുടെ ഇൻഫ്ലമേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹണി സഹായിക്കും. അതുമാത്രമല്ല, സെക്കൻഡ്, ആൻറ്റി മൈക്രോബിയൽ എഫക്റ്റ്. അതായത് ഹണി ഹാസ് നാച്ചുറൽ ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ഹെൽപ്പ് ഇൻ ട്രീറ്റിംഗ് മൈനർ വൂൺസ് ആൻഡ് ഇൻഫെക്ഷൻസ്. അതായത് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഹണിക്കുള്ളത് കൊണ്ടിട്ട് നമുക്കുണ്ടാവുന്ന മൈനറായിട്ടുള്ള വൂൺസും ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഹണി കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ഹണി സഹായിക്കും. ആൻഡ് തേർഡ് വൺ ഈസ് സൂത്തിങ് ഫോർ കഫ് ആൻഡ് സോർ ത്രോട്ട്. അതായത് ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ആസ് റെമഡി ഫോർ കഫ്സ് ആൻഡ് സോർ ത്രോട്ട്സ് ഡ്യൂ ടു ഇറ്റ്സ് സൂത്തിങ് പ്രോപ്പർട്ടീസ് ആൻഡ് എബിലിറ്റി ടു കോട്ട് ദ ത്രോട്ട്. ഹണി കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ത്രോട്ടിലുള്ള പ്രശ്നങ്ങൾ, ഈ നമുക്ക് കിച്ച് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഹണി കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് മാറും. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡൈജസ്റ്റീവ് ഹെൽത്ത്. അതായത് ഇറ്റ് ക്യാൻ എയ്ഡ് ഇൻ ഡൈജഷൻ ബൈ ആക്ടിങ് ആസ് എ പ്രീബയോട്ടിക്. ദാറ്റ് ഈസ് ഇറ്റ് പ്രൊമോട്ടിങ് ദ ഗ്രോത്ത് ഓഫ് ഗുഡ് ബാക്ടീരിയ ഇൻ ദ ഗട്ട്. നമ്മുടെ ഗട്ടിൽ ഗുഡ് ബാക്ടീരിയ വളർത്തും ഹണി. അതുവഴി നമുക്ക് ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കും. ഈ ഹണി ഒരു പ്രീബയോട്ടിക്കായിട്ട് അവിടെ ആക്ട് ചെയ്യും. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് എനർജി ബൂസ്റ്റ്. The natural sugars in honey can provide a quick source of energy. നമ്മുടെ ഹണി ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് ഷുഗർ ആണല്ലോ. അപ്പോൾ അതുവഴി നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുവഴിയല്ല, അതൊരു ക്വിക്ക് സോഴ്സാണ്. എനർജി ബൂസ്റ്ററിൻ്റെ ഒരു ക്വിക്ക് സോഴ്സാണ് നമ്മുടെ ഹണി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹണിയുടെ ബെനിഫിറ്റ്സ്. ഇനി നമുക്ക് ഗാർലിക്കിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ബെനിഫിറ്റ്സ് നോക്കാം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് ഉള്ള ഹണി, വേറെ ഇനി ഗാർലിക്കിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ ബാധിക്കാൻ നോക്കാം. ഇനി നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് ഗാർലിക് നോക്കാം. ഗാർലിക്കിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റാണ് ഇറ്റ് ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. അതായത് garlic has been shown to enhance the immune system, helping body fight off infections and diseases. അതായത് ഗാർലിക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എൻഹാൻസ് ചെയ്യും. അതുവഴി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഡിസീസസിനെയൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട്, അതിനെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഗാർലിക് സഹായിക്കും. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി. That means it contains compounds like allicin that have an anti-inflammatory properties which can help reduce inflammation in the body. അതായത് ഗാർലിക്കിൽ ആലിസിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ആൻഡ് തേർഡ് വൺ ഈസ് ഹാർട്ട് ഹെൽത്ത്. Garlic can help lower blood pressure and cholesterol levels which contributes to overall heart health. അതായത് ഹാർട്ടിലെ ലോവർ ബ്ലഡ് പ്രഷറും ആൻഡ് കൊളസ്ട്രോൾ ലെവലും ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ലോവർ ആക്കാനായിട്ട്
ഗാർലിക് സഹായിക്കും. അതുവഴി നമുക്ക് നമ്മുടെ ഹാർട്ടിലൊരു ഓവറോൾ ഹെൽത്ത് കൊണ്ടുവരാനും സാധിക്കും. ആൻഡ് ഫോർത്ത് വൺ ഈസ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ്. ലൈക്ക് ഹണി, garlic also has natural antibacterial and antiviral properties that can help in fighting infections. ഹണി പോലെ തന്നെ ഗാർലിക്കിലും നാച്ചുറൽ ആൻറ്റിബാക്ടീരിയൽ ആൻഡ് ആൻറ്റിവൈറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ഗാർലിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫെക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ദെൻ ഡൈജസ്റ്റീവ് ഹെൽത്ത്. Garlic can aid in digestion and help balance and gut microbiota. അതായത് ഗാർലിക്ക് നേരത്തെ ഹണിയിൽ പറഞ്ഞ പോലെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഗട്ടിലുണ്ടാകുന്ന മൈക്രോബയോട്ട എന്ന് പറഞ്ഞൊരു സംഭവം ബാലൻസ് ചെയ്യാനും ഗാർലിക്ക് സഹായിക്കും. ഇത് ഏകദേശം പറഞ്ഞു വരുമ്പോഴത്തേക്കും എല്ലാം ഏകദേശം സെയിം ആണ്, കുറച്ച് ഡിഫറൻസ് ഉള്ളൂ ബെനിഫിറ്റ്സിന്. പക്ഷേ ഇത് പറയുമ്പോഴത്തേക്കും നല്ല നമുക്ക് ഇത് കൺസ്യൂം ചെയ്താൽ നല്ലതാണെന്ന് തോന്നുന്നല്ല, നല്ലതാണ്. ആൻഡ് ഇനി നമുക്കിതിൻ്റെ കമ്പൈൻഡ് ബെനിഫിറ്റ്സ് നോക്കാം. നമ്മൾ ഇപ്പം നമ്മൾ സംസാരിച്ചത് ഹണിയുടെ ബെനിഫിറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഗാർലിക്കിൻ്റെ ബെനിഫിറ്റ്സ്, ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടുമെങ്കിലും കമ്പൈൻഡ് ആയിട്ട് എന്തോരം നമുക്ക് ബെനിഫിഷ്യൽ ആണ് ഇത് ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇമ്മ്യൂൺ സപ്പോർട്ട്. അതായത് the combination can be a powerful immune booster as both ingredients have properties that support immune function. അതായത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, അതായത് ഗാർലിക്കും ഹണിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഒരു പവർഫുൾ ഇമ്മ്യൂൺ ബൂസ്റ്ററാണ്. കാര്യം ഇതിൽ രണ്ടിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിൽ രണ്ടിലും ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. And second one is digestive health. Both honey and garlic support digestive health, which can help improve overall gastrointestinal function. അതായത് രണ്ടിലും നമ്മൾ നേരത്തെ ഇത് നോക്കിയിരുന്നല്ലോ, രണ്ടിൻ്റെയും ബെനിഫിറ്റ്സ്. അതിലെല്ലാത്തിലും ഡൈജസ്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അതുവഴി ഓവറോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഫങ്ഷൻ നമുക്ക് കൺട്രോളിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇംപ്രൂവ് ആക്കാൻ പറ്റും. ആൻഡ് തേർഡ് വൺ ഈസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്ട്സ്. അതായത് ദ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് ക്യാൻ വർക്ക് ടുഗദർ ടു ഹെൽപ്പ് റെഡ്യൂസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആൻഡ് ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി. നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്തോരം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ, ഇത് രണ്ടും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന പ്രോപ്പർട്ടീസുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് ഗാർലിക്കും ഹണിയും. ഇനി നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇത് 3 ടൈപ്പിലാണ് ഇപ്പോൾ ഞാൻ പറയാം. ഫസ്റ്റ് വൺ ഈസ് റോ. അതായത് നമ്മുടെ ഗാർലിക്സ് കുറച്ച് ക്ലൗസ് ഗാർലിക് എടുത്തിട്ട് ഹണിയായിട്ട് റഷ് ചെയ്തിട്ട് കഴിക്കാം. അതും നല്ലതാണ്. അങ്ങനെ കഴിച്ച് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, പക്ഷെ അതും നല്ലതാണ്. ജസ്റ്റ് ഗാർലിക് എടുക്കുക, അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളയുക, ഹണി അതിലേക്ക് ഇടുക, ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഹണിയായിട്ട് ജസ്റ്റ് ഒരു സ്പൂണിൽ കഴിക്കുക. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കുക്ക്ഡ്. അതായത് ഇൻകോർപ്പറേറ്റ് ബോത്ത് ഇൻ ടു റെസിപ്പീസ്. സോ കുക്കിംഗ് ഗാർലിക് ക്യാൻ റെഡ്യൂസ് സം ഓഫ് ഇറ്റ്സ് ബെനിഫിഷ്യൽ കോമ്പൗണ്ട്സ്. അതായത് കുക്ക് ചെയ്ത് കഴിക്കുക. ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റുന്ന വല്ല റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ വേറെ ആണെങ്കിലും കുക്ക് ചെയ്തിട്ട് കഴിക്കാം. കുക്ക് ചെയ്തിട്ടുള്ള ഗാർലിക്കും ഹണിയും കൂടി കൺസ്യൂം ചെയ്യാം. ദ തേർഡ് വൺ ഈസ് ഇൻഫ്യൂസ്ഡ്. അതായത് ഇപ്പം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാൻ, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് സംസാരിക്കാൻ കാരണമായിട്ടുള്ളൊരു മെത്തേഡാണ് ഇൻഫ്യൂസ്ഡ്. അതായത് ഹണിയിൽ ഗാർലിക്ക് കുറച്ച് ദിവസം ഗാർലിക്കിൻ്റെ ക്ലോവ്സ് കുറച്ച് നേരം സ്റ്റീപ്പ് ചെയ്ത് വെക്കാം, കുറച്ച് ദിവസം. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഒരു 4 or 5 ക്ലോവ്സ് കഴിക്കുക. ഇങ്ങനെ കഴിക്കുന്നതാണ് വൈറൽ ട്രെൻഡ്, യൂസ്ഫുൾ. അതായത് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഫേസിലുണ്ടാവുന്ന ബ്രേക്ക്ഔട്ട്സ് ഒക്കെ മാറി എന്ന് പറഞ്ഞിട്ട് സെലിബ്രിറ്റീസ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത്. അപ്പോൾ കുറച്ച് ഗാർലിക് എടുക്കുക, അതിലേക്ക് ഹണി ഒഴിക്കുക, ഇൻഫ്യൂസ് ചെയ്ത് വെച്ചിട്ട് കഴിക്കുക.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കഴിച്ചു നോക്കുക, ഡിഫറൻസ് മനസ്സിലാക്കുക. ബോഡിയിലുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ബാഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാവില്ല. കാര്യം ഇത് രണ്ടും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് പോലുള്ള എല്ലാം ഉള്ളതാണ്. അപ്പോൾ നമുക്കൊരു ബാഡ് എഫക്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കുക. കോൺസ്റ്റൻ്റ് ആയിട്ടൊരു 1 വീക്കോ 1 മന്ത് കഴിച്ചിട്ട് റിസൾട്ട് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.